ഭാരതയുദ്ധം കഴിഞ്ഞ് കൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങുമ്പോൾ തൻ്റെ പഴയ സുഹൃത്തായ ഉദംഗ മഹർഷിയെ സന്ദർശിക്കുകയും അദ്ദേഹത്തിന് എന്തെങ്കിലും വരം നൽകുവാൻ താൽപ്പര്യപ്പെടുകയും ചെയ്തു. കൃഷ്ണനെ കണ്ട് സംതൃപ്തനായ അദ്ദേഹം മറ്റു വരമൊന്നും ആവശ്യമില്ല എന്നറിയിച്ചു. എങ്കിലും കൃഷ്ണൻ്റെ നിർബന്ധത്തിന് വഴങ്ങി തനിക്ക് ദാഹിക്കുമ്പോൾ കുടിക്കുവാനുള്ള ജലം അപ്പപ്പോൾ അവിടെ ലഭിക്കുന്നതിനുള്ള വരം നേടി. ഒരിക്കൽ മഹർഷി വനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദാഹം അനുഭവപ്പെട്ടു. അപ്പോൾ തന്നെ ഒരു കാട്ടാളൻ തൻ്റെ തോൽസഞ്ചിയിൽ വെള്ളവുമായി എത്തി. പക്ഷേ വൃത്തിയില്ലാത്ത ആ കാട്ടാളൻ നൽകിയ ജലം കുടിക്കുവാൻ മഹർഷി തയ്യാറായില്ല. പല പ്രാവശ്യം കാട്ടാളൻ നിർബന്ധിച്ചിട്ടും അദ്ദേഹം അത് കുടിച്ചില്ല. തുടർന്ന് കാട്ടാളൻ അപ്രത്യക്ഷനായി. താമസം വിന കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു. അമൃതുമായി ദേവേന്ദ്രനായിരുന്നു കാട്ടാളൻ്റെ രൂപത്തിലെത്തിയത് എന്നും മഹർഷിയുടെ അജ്ഞാനം കാരണമാണ് അത് സ്വീകരിക്കാൻ കഴിയാതെ പോയതെന്നും അനുസ്മരിപ്പിച്ചു. വലിയ ജ്ഞാനിയെന്ന് കരുതിയ മഹർഷിക്ക് തൻ്റെ അജ്ഞാനം ബോധ്യപ്പെട്ടു. മറ്റുള്ള ഏവരെക്കാളും തങ്ങളെ തന്നെ ശ്രേഷ്ഠരായി കാണുന്നതാണ് യഥാർത്ഥ അജ്ഞാനം. അതാണ് മിക്ക പ്രശ്നങ്ങളുടെയും കാരണം. വൃത്തിയുള്ളവരെന്ന് സ്വയം കരുതുന്നവരെക്കാളും വൃത്തിഹീനരും നികൃഷ്ടരുമെന്ന് അവർ കരുതുന്ന പലരും വൃത്തിയുള്ളവരും ആദരണീയരുമാവാം. എന്നാൽ അവരെ വൃത്തിഹീനരെന്ന് കരുതുവാൻ കാരണം അവരെക്കുറിച്ചുള്ള മുൻവിധിയാണ്. അവരുടെ വൃത്തിയൊന്നും ആരും പരിശോധിച്ചിട്ടല്ലല്ലോ അവരെ വൃത്തിഹീനർ എന്ന് മുദ്ര കുത്തുന്നത്. അവർക്ക് വൃത്തിയും ശുചിത്വവും കുറവാണെന്നതല്ല, മിക്കവരുടെയും മുൻവിധിയാണ് അവരെ അംഗീകരിക്കുന്നതിനുള്ള പ്രധാന തടസ്സം. ഇവിടെ മഹർഷിക്ക് സംഭവിച്ചതും അതുതന്നെയാണ്. കാട്ടാളനെ കണ്ടപ്പോഴേ വൃത്തിഹീനൻ എന്ന് മുദ്രയടിച്ചു കഴിഞ്ഞു. അവൻ്റെ കയ്യിലെ ജലം അമൃതായിരുന്നെങ്കിലും അത് അശുദ്ധമെന്ന് കണക്കാക്കി. മുൻവിധി മൂലം ജീവിതത്തിൽ ലഭ്യമാകാവുന്ന എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് തടസ്സപ്പെടുന്നത്. ജീവിതത്തെ എന്നെന്നും ഊഷ്മളമായി നിലനിർത്തുവാൻ കഴിയുന്ന അമൃതാണ് മഹർഷിക്ക് നഷ്ടമായത്. ഇതാണ് അജ്ഞാനം. യഥാർത്ഥ ജ്ഞാനം മറ്റുള്ളവരെ നമ്മെപ്പോലെ കാണുവാനും സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും നമ്മെ പ്രാപ്തരാക്കുന്നു. വലിയ പണ്ഡിതരായാലും മറ്റുള്ളവരെ നികൃഷ്ടരായി എണ്ണുകയും അവഗണിക്കുകയും ചെയ്യുന്നവർ യഥാർത്ഥ ജ്ഞാനമില്ലാത്തവരാണ്. വളരെയേറെ കാര്യങ്ങൾ പഠിച്ചു എന്നതുകൊണ്ട് മാത്രം ജ്ഞാനിയാവില്ല. ഒരു വ്യക്തിയുടെ ആളത്വം അയാളുടെ ജ്ഞാനത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ആളത്വത്തിൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടുന്നതോ മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലൂടെയും. ആരെയും നികൃഷ്ടരായി കാണുവാൻ ഇടയാകാതെ എല്ലാവരെയും അംഗീകരിക്കുവാനും കരുതുവാനും സാധ്യമാവുന്ന ഒരു മാനസിക ഭാവം വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ.